ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏത് കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നു എന്നതല്ല, നിങ്ങൾ എവിടെ നിന്ന് എടുക്കുന്നു, ആരിൽ നിന്ന് എടുക്കുന്നു എന്നതാണ്. എപ്പോഴും ഒരു പ്രൊഫഷണൽ അഡ്വൈസറിൽ നിന്ന് മാത്രം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. ഒരിക്കലും ബാങ്കുകളിൽ നിന്നോ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നോ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാതിരിക്കുക. ഓൺലൈനിൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക, നാളെ നിങ്ങൾക്ക് ഒരു ക്ലെയിം വരുന്ന സമയത്ത് യാതൊരുവിധ സപ്പോർട്ട്സും അവിടെ നിന്ന് ലഭിക്കുന്നതല്ല. അവർ ഭൂരിഭാഗം കേസുകളിലും ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ ടോൾ ഫ്രീ നമ്പർ തരുന്നതാണ്. മിക്കപ്പോഴും ഈ നമ്പറുകളിൽ വിളിച്ചാൽ അവർ അന്യഭാഷകളിലായിരിക്കും സംസാരിക്കുന്നത്. എന്നാൽ ഒരു പ്രൊഫഷണൽ ഏജന്റ് ആണെങ്കിലോ നിങ്ങൾക്ക് ക്ലെയിമിൽ വേണ്ടി വരുന്ന എല്ലാവിധ സപ്പോർട്ടുകളും അദ്ദേഹം നൽകുന്നതാണ്. അടുത്തതായി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ നിലവിലെ അസുഖങ്ങൾ, മുൻകാല ഹോസ്പിറ്റലൈസേഷൻ, ഇപ്പോൾ കഴിക്കുന്ന മരുന്നുകൾ എന്നിവ ഇൻഷുറൻസ് കമ്പനിയെ അറിയിച്ചിട്ട് മാത്രമേ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ പാടുള്ളൂ. ഇൻഷുറൻസിന്റെ അടിസ്ഥാന തത്വങ്ങളൊന്നാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, അതായത് പരസ്പര വിശ്വാസം. യാതൊരുവിധ മെഡിക്കൽ ചെക്കപ്പും ഇല്ലാതെ നിങ്ങളുടെ വാക്കിനെ മാത്രം വിശ്വസിച്ചാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നൽകുന്നത്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ സാധാരണ 2 വർഷം കാത്തിരിക്കേണ്ട അസുഖങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ഹെൽത്ത് ഇൻഷുറൻസിൽ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കി എത്രയും നേരത്തെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുമോ അത്രയും നേരത്തെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്വന്തമാക്കുക. ഓരോ പ്ലാനുകൾക്കും ഓരോ രീതിയിലായിരിക്കും ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കുന്നത്. ചില പ്ലാനിൽ കോ പേയ്മെന്റ്സ് ഉണ്ടാവാം, ചില പ്ലാനിൽ സപ്ലിമെന്റ്സ് ഉണ്ടാവും. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഓരോ പ്ലാനുകളും വ്യത്യസ്തമാണ്. നിങ്ങളെടുത്ത ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്നത് നിങ്ങളുടെ അഡ്വൈസറിൽ നിന്ന് വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഹെൽത്ത് ഇൻഷുറൻസ് ചികിത്സാ ചെലവുകൾക്കാണ് ക്ലെയിം നൽകുന്നത്, അതല്ലാതെ നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ചെയ്യുന്ന ടെസ്റ്റുകൾക്കല്ല. നിങ്ങൾക്ക് ടെസ്റ്റുകൾ എടുത്തതിന് ശേഷം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതിന് ട്രീറ്റ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ടെസ്റ്റുകളുടെ എക്സ്പെൻസ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഈ കാര്യങ്ങൾ എല്ലാം ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം ഒരിക്കലും റിജക്റ്റ് ആകത്തില്ല. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക.